എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ വിശേഷം പറഞ്ഞ ഇന്നത്തെ വിശേഷം അമ്മ അവിടെ എങ്ങനെ ഇരിക്കണേ? അമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ? പുറത്തിറങ്ങി നടക്കാനായിട്ടില്ല, കുറച്ചും കൂടെ കഴിഞ്ഞാൽ സ്റ്റെപ്പ് കറിയുടെ കൂടെ നടക്കാം. എന്നാലും ഇന്നലെ ഇത് കൂടെ ഒക്കെ നടന്നു. അത് നടക്കാൻ പാടില്ല, പക്ഷെ ഞങ്ങള് അവിടെ നിന്നപ്പോഴത്തേന് അമ്മ അത് കൂടെ ഒക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. പിന്നെ അപ്പൂസ എങ്ങനെയുണ്ട് സ്കൂള്? അപ്പൂസ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അതിൻ്റെ മുന്നേ വിശേഷമൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നല്ലേ, ഒരു വെറൈറ്റി. പിന്നെ ചായ അടിച്ചിരിക്കട്ടോ, എന്നിട്ടാണ് നമ്മൾ ഇൻട്രോ പറയണത്. ഇല്ലേ വീഡിയോസ് നമ്മളതിൻ്റെ ഇതൊക്കെ വിശേഷങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പം എന്നിട്ട് അപ്പൂസൊക്കെ വരട്ടെ എഴുതി നമ്മൾ ഇൻട്രോ പറയാം. തുടക്കം ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്. 5 മണിയാകുമ്പോൾ വരണമെങ്കിൽ. അപ്പം നമ്മൾ വീഡിയോ തുടങ്ങുകയാണെന്ന് വെച്ചാൽ നമ്മൾ 7 മണിക്കൊന്നും നമ്മളെ പറഞ്ഞ കറക്റ്റ് ടൈമിൽ കഴിയില്ല. അപ്പം എന്താ ഇന്ന് അടിപൊളി അല്ലേ? എന്തൊക്കെ ഉണ്ടമ്മ? അമ്മയുടെ വിശേഷം പറഞ്ഞു കൊടുത്തേ. എന്താണ് വലിയ കുഴപ്പമൊന്നുമില്ല, ക്ഷീണമെന്നാണ് പറഞ്ഞത്. പക്ഷെ സൗണ്ട് ശരിക്കും ഇവിടുന്ന് ഇങ്ങനെ വരാൻ കുറച്ച് ടൈമുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ ആ മരുന്നൊക്കെ കുത്തിവെച്ചതിൻ്റെ ആ മരുന്നൊക്കെ നമുക്ക് അതാണ് ആ AC-യിലും പിന്നെ മരുന്നിൻ്റെ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അത് മൂത്രമൊഴിച്ച് കുറേ വെള്ളം കുടിച്ച് 15 ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മൂത്രമൊഴിച്ച് ഇങ്ങനെ പോയാൽ ആ മരുന്നിൻ്റെ ഫുള്ള് ഇതിൽ പോകണം. നല്ല ശരീരം പിന്നെ ഒരു കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പഴയ രീതിയിൽ വരാൻ കുറച്ച് മാസങ്ങൾ പിടിക്കും കാരണം ക്ഷീണം മാറണമെങ്കിൽ. അപ്പോൾ എന്താണ് ഇന്നൊരു അടിപൊളിയായിട്ട് സംഭവം അല്ലേ? ഇന്നിപ്പോൾ ഇതേപോലെ തന്നെ ഇന്നലെ ചട്ടിച്ചോറുണ്ടാക്കിയ മാതിരി നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സാധനം ഉണ്ടാക്കി. ഞാനും ആദ്യമായിട്ട് കഴിക്കാനും ക്ഷീച്ച് ഞാൻ നാസറാക്കി ഉണ്ടായിരുന്നു അല്ലേ കഴിക്കാൻ വന്നിട്ട്. അപ്പം നമുക്ക് വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. ഉണങ്ങിയോ? കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്, കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. എന്താ ഇത് തിരുവാതിര ആവുമ്പേക്ക് അമ്മയുടെ ചേച്ചി കൊടുത്തയച്ചതാണ്. അപ്പോഴേക്ക് ഇത് ശരിക്കും ഉണക്കായിട്ടില്ല കേട്ടോ. വാണിയമ്പലത്തുള്ള ചേച്ചി ഉണ്ട് അമ്മേൻ്റെ. അപ്പോൾ അത് അങ്ങാടിയിൽ കൊടുത്തച്ച് പോയതാണ്. ഇന്ന് ഞാൻ അങ്ങാടിക്ക് വേണ്ട ആവശ്യത്തിന് പോയപ്പോൾ അവിടെ കടയിൽ നിർത്തി തന്നു. എന്നാലും ഉണങ്ങി ചെറുതായിട്ട് നൂടിതാവാണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ വിരകിയിട്ട് കൊടുക്കാണ്ട്. കൂവാ അത് മറ്റേ ഈ തിരുവാതിരക്ക് നിർബന്ധം തോന്നണല്ലേ? നിർബന്ധ. പക്ഷെ ഞങ്ങളിത് തിരുവാതിരനെ മുന്നേ ഉണ്ടാക്കി തിന്നോട്ടോ, കാരണം ഇത് അത്രയും ടേസ്റ്റ് ഉള്ള സാധനം. ശർക്കര ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിർത്തിയിട്ട എന്താ രസം. അടിപൊളിയല്ലേ? പിന്നെ എന്തൊക്കെ ഉണ്ടാവും? പഴം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതാണ് അതിന്റെ സ്പെഷ്യല്. പിന്നെ എന്താ വെച്ചാലേ ഇത് അമ്മ ഉണ്ടാക്കി തരണം, അപ്പോഴുള്ളൂ അതിന്റെ തൊട്ട്. ഞാൻ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ആയി പോവും. പക്ഷെ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. പുഴുക്ക് ആക്കൊരു എന്താ പറയാ, അതിന്റെ സ്പെഷ്യലാണ് ആ സാധനം. പിന്നെ പഴം പണ്ടൊക്കെ ആകുമ്പോ മറ്റേ പുകയ്ക്കൂല്ലേ, ഇങ്ങനെ ഈ അടുപ്പൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയാണ്ട് നിലത്ത് കുഴി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. ഇപ്പൊ പിന്നെ പഴം കടയിൽ നിന്ന് മേടിക്കല്ലേ. ഇപ്പൊ ആരും അങ്ങനെയൊക്കെ ചെയ്യണേ. ഈ സാധനം എന്ന് പറഞ്ഞാല് ഇതൊക്കെ അമ്മയ്ക്ക് നമ്മളെ തൊടിയിലൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും ഉള്ള സ്ഥലത്ത് ഉണ്ടാവും. എന്നിട്ട് ഇത് പണി കയറി വന്നിട്ടും അല്ലെങ്കിൽ പണിക്ക് പോണതിന്റെ മുന്നേ ഇതിങ്ങനെ കളച്ചെടുത്തിട്ട് ഉരച്ചിട്ട് ഉണ്ടാക്കി ഒക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല നിച്ചുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക ഒരു കാലായിരുന്നു കേട്ടോ. ഇപ്പോൾ അമ്മയ്ക്ക് വയ്യാത്ത കാരണം അമ്മേൻ്റെ ചേച്ചി അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തയച്ചതാണ്. കുറെ സാധനം ഉണ്ട്. ഒക്കെ സ്പെഷ്യലായിട്ട് അവർക്ക് പാടുണ്ട്. അപ്പോൾ കുറെ സ്പെഷ്യൽ കൊടുത്തയച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളത് നാളെ കാണിച്ചു തരാം, ഇന്ന് പറയണില്ല അല്ലേ? ഇന്നലെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അവിടുന്ന് കൊണ്ടുവരാൻ പറ്റാത്തോണ്ട് ഇന്ന് പോയിട്ട് കൊണ്ടുവന്നതാ. അപ്പൊ ആ സ്പെഷ്യലൊക്കെ ആയിട്ട് നാളെ വരണ്ടേ? അടുക്കളയിൽ പോവാം. പഴയ സ്പെഷ്യലുകള്. അപ്പൊ നമുക്ക് ഇന്നൊരു പെരുന്നാൾ വിശേഷം പറയാണ്ടല്ലോ ചേച്ചി. കണ്ണൂരിന്ന് എന്താ അൻവിക്ക് എന്നാണ് പേര്. 8ാം പിറന്നാളാണ് അൻവിക്കിന്റെ. അപ്പോൾ എല്ലാവരും അൻവിക്കിന് വേണ്ടിയിട്ട് 8ാമത്തെ പിറന്നാളാണ്. അച്ഛൻ ഗൾഫിലാണ്, നമുക്ക് എന്നും കോണ്ടാക്ട് ചെയ്യലുണ്ട്. അപ്പോൾ അൻവിക്കിന്റെ നമ്മള് ഫോട്ടോ നമ്മള് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ
എനിക്ക് എന്റെ കുഞ്ഞു അനിയത്തിന്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവള് കച്ചറ ഉണ്ടാക്കും. പെങ്ങളുട്ടീന്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ അടിയാവും രണ്ടാളും കൂടി, ആങ്ങളും പെങ്ങളും. അപ്പൊ രണ്ടാളും ഫോട്ടോ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും അതെ വിഷ് ചെയ്യാം. അത് കൊണ്ടുവച്ച് വരട്ടോ. ഇതൊക്കെ തിരുവാതിരക്ക് കാണാം ഇതായിട്ട് സ്പെഷ്യലായിട്ട് തിരുവാതിരക്ക് കാണാം. എന്താന്നറിയോ, ഇത് ചേച്ചി വിളിച്ചിട്ടേ, സന്ധ്യേച്ചി വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്താ ഇത് തിരുവാതിര ആകാറൊന്നും കാത്തിക്കണ്ട, കാരണം തിരുവാതിരക്ക് ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ട്, അപ്പോൾ അതുവരെ ഒന്നും കാത്തിക്കണ്ട, അമ്മയ്ക്ക് പൂതി ഉണ്ടെങ്കിൽ അതിന്റെ മുന്നേ തന്നെ തുടങ്ങിയാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ കാര്യമാവുകൊണ്ട് ഞങ്ങള് ചിലപ്പോ നാളെ തന്നെ ഉണ്ടാക്കും. അപ്പൊ എന്തായാലും നിങ്ങളറിയാതെ ഞങ്ങൾ ഉണ്ടാക്കൂല, ഞങ്ങൾ കാണിക്കും കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കുന്നതും തിന്നണതും എല്ലാം ഞങ്ങളൊരു ഒരുങ്ങക്കും ഉണ്ടാവും. അപ്പൊ ഞാൻ കൊണ്ടു ചേർത്തെ. ഇതാണ് നമ്മളെ ഇന്നത്തെ താരം, കണ്ടില്ലേ? ഇത് മുട്ടക്കോസ് കാബേജ്, മുട്ടക്കോസ് എന്ന് പറയും കാബേജ് എന്ന് പറയും, രണ്ട് പേരുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാ ഇതിന് പറയാന്നൊക്കെ അറിയില്ല, ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അപ്പം അതിന് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ കേട്ടോ. ഈ സാധനം ഉണ്ടാക്കാൻ പോണത്, ഉണ്ടാക്കാൻ പറഞ്ഞു തന്നത് ആരാന്നറിയോ? നമ്മളെ യൂസഫാക്കേട്ടാ, യൂസഫ് നീലഗിരി ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ നമ്മൾ കാണിച്ചു തരാം അതിന്റെ ഇടയിൽ കൂടെ. അതെ, കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ചാനല്. കുറെ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒരു വീഡിയോ ഒന്നും ഇടലില്ല. ഇപ്പൊ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അറബിനാടും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു നമ്മളെ ഫോണിലുണ്ട്, അതിന്റെ നമ്മൾ കാണിച്ചു കേട്ടോ. ആള് സൗദിയിലാണ്, സൗദി അറേബ്യയില് അമ്മ. അപ്പൊ അവിടുത്തെ കുറെ വിശേഷങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മൂപ്പര ചാനലില്. ഇപ്പൊ യൂസഫ് നീലഗിരി എന്നാണ് പേര്. അപ്പൊ യൂസഫാക്ക പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണിത്. അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ മുട്ടക്കോസ് എന്നുള്ള പേരെന്തുകൊണ്ടാന്നുള്ളത് ചിലർ പറയും ഇതിൻ്റെ മണം കൊണ്ടാണ് ഇതിനിങ്ങനെ പേര്. അതിനൊരു പ്രത്യേക മണമല്ലേ. കുറച്ച് നേരം ഉപ്പേരിയൊക്കെ ചൂടോടെയൊക്കെ ആണെങ്കിൽ നമുക്ക് തിന്നാൻ രസമാണ്. കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മണം മാറ്റം വരും. ഇപ്പം തന്നെ ഒരു മണം മാറ്റമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിന് പേരിന് മാറ്റം എന്ന് പറയണേക്കാം. പക്ഷെ അത് മാത്രമല്ല, ഈ പേര് വരാൻ കൂടി വേറെ കാരണം കൂടി ഉണ്ട്. അതും കൂടിയാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പിയിൽ വരുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കി ഞാൻ രാവിലെ കുളിച്ചപ്പെട്ട് ചന്ദനക്കുറയൊക്കെ മാഞ്ഞു പോയി, മുഖം കഴിക്കും. 4 മണി കഴിഞ്ഞു, 4:30 അപ്പൊ അപ്പൂസ് സ്കൂളിൽ വരാൻ നേരമായി. 5 മണിയാവാനായിട്ടുണ്ട്. കണ്ടോ, കുറെ സ്കൂൾ വിട്ടു. നമ്മൾ പാലക്കോട് സ്കൂൾ വിട്ടു, കുഞ്ഞു കുട്ടികളെ സ്കൂളൊക്കെ വിട്ടു തുടങ്ങി. ഞാൻ അപ്പൂസിൻ്റെ സ്കൂൾ കേട്ടോ വിടാനുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ സാധാ കുഞ്ഞു ഇതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ചേർക്കണ സാധനം എന്താ? സ്പെഷ്യൽ മുട്ടക്കോസ്. അപ്പൊ എന്തായിരിക്കും? മുട്ടയും കോസ് അങ്ങനെ സംഭവല്ലേ? മുട്ടയും കോസും. അപ്പൊ ഇത് വെറൈറ്റി സംഭവം കേട്ടോ. ഇത്രയും ടേസ്റ്റാന്നാ പറഞ്ഞത്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. യൂസഫാക്ക ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അത് നമുക്കും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറേ ദിവസമായി ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് എങ്ങനെ മറന്നു വിട്ടു, അങ്ങനെ പോയി. അപ്പോൾ ഇത് നമുക്ക് അധികം ചിലവില്ല. മുട്ട ഉണ്ടെന്നു, അതേപോലെ കാബേജ് ഇപ്പോൾ കൊണ്ടുവന്നാണ്. വണ്ടൂർ പോയതേനു. അപ്പോൾ വണ്ടൂർ പോയപ്പോൾ കുറേ സ്പെഷ്യലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേട്ടാ എത്രക്ക എന്താ ഉണ്ടാവണേ? ആയിക്കോട്ടെ. കോഴിക്ക് തീറ്റ ഇടുന്നുണ്ടോ? കോഴിക്ക് തീറ്റ ഇടുന്നുണ്ട്. ആ, കോഴിക്ക് തീറ്റ ഇടുന്നു കൊടുത്തു. നിങ്ങളൊക്കെ ചോദിക്കണമെന്നില്ല കേട്ടോ. കോഴിക്കളെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ നാസറാക്ക അവിടെ നിങ്ങളെ ചോദിച്ചു കോഴിക്കള്.
എന്നോട് ചോദിച്ചില്ല നിങ്ങളൊന്നും വേണ്ട പോവുക. ഇതാ മുട്ടക്കോസ് സ്പെഷ്യലാ. മുട്ടയും കോസും കൂടിയിട്ട് സ്പെഷ്യൽ ഐറ്റം. അപ്പൊ ഒന്ന് വണ്ടൂര് പോയപ്പോ കിട്ടിയ സ്പെഷ്യല് പറഞ്ഞില്ലേ ഇതാട്ടോ വള. ഇത്രയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ സ്കൂളിലൊക്കെ പഠിച്ചെന്നേ ഇങ്ങനെ ഇട്ട് വാങ്ങിയിട്ടേന്നു കേട്ടോ. ഇത്രയും നല്ല കേട്ടോ. കുറച്ചും കൂടിയൊക്കെ ഉണ്ട് ഇവിടെ ഗ്യാപ്പ്, കുറച്ചുകൂടി ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി ഇടാൻ അയച്ചില്ല. അത് മതി പറഞ്ഞത്. അപ്പോൾ അവിടെ നിർത്തിയതാണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി ഉണ്ട് ഇടാൻ. കുറച്ച് കറുപ്പും ഉണ്ട്, കുറച്ച് പച്ചയും കൂടി ഉണ്ട് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഇട്ട് നിർത്തി കിട്ടാലോ കുപ്പികൾ. 2 പോയി. നമുക്കിവിടെ നമ്മളിവിടെ നമ്മളെ ചെറുകോട് എന്ന സ്ഥലത്ത് ഞാൻ പഠിച്ച സ്കൂള്, അവിടെ +1 പഠിച്ച അവിടെ ഉണ്ട്. പണ്ടേക്ക് ഇവിടെ അരിഫാറിൻ്റെ ഒരു ഫാൻസി ഉണ്ട് കേട്ടോ. കണ്ടില്ലേ നമ്മൾ ഇന്നാളൊക്കെ പോയപ്പോഴത്തെ ആ ഫാൻസിയിൽ പണ്ടും ഇപ്പോഴും ഉണ്ട് അന്നത്തെ വളക്കെട്ട്, ആ കുപ്പിവളേൻ്റെ ഒക്കെ കെട്ട്. അപ്പോൾ അതിപ്പോഴും ഉണ്ട്. ആ ഫാൻസിയിൽ മാത്രമേ ഉള്ളൂ കുപ്പിവള. അല്ലാതെ ഫാൻസിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി കുപ്പിവളെല്ലാം എവിടെയും കിട്ടാം. ഇതിപ്പോൾ എവിടെ നിന്നിട്ടിയേ? കണ്ടുവരുന്നാട്ടോ. അപ്പോൾ അമ്മ അവിടെ കിടക്കണം. അമ്മേനെ വിളിച്ചിട്ട് അമ്മ വരുന്നില്ല. കുറച്ചു നേരമൊക്കെ വന്നിരിക്കും, വന്ന പോലെ പോയിട്ട് കിടക്കും. ചിലപ്പോൾ ക്ഷീണുള്ളൂ, ചിലപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങനെ വർത്താനം വായത് വരാതെ പണ്ടത്തെ പോലെ തന്നെ വർത്താനം പറയും. വർത്താനം കൊണ്ട് വർത്താനാണ്. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും മുണ്ടൂല. അപ്പം നല്ല ക്ഷീണാണ്. അപ്പം ഞാൻ ഇതേ ഇങ്ങനെ അരിഞ്ഞിരിക്കട്ടെ കേട്ടോ. കുറച്ച് ഉണ്ടാക്കണുള്ളൂ രാത്രിക്ക്. ഇനി രാത്രിക്ക് ഇവിടെ അമ്മയ്ക്ക് ചോറ് വേണ്ട, ഓട്സില്ലേ, ഓട്സിൻ്റെ കഞ്ഞിയാക്കിയിട്ട് കൊടുക്കും. ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് മധുരട്ടിട്ട് ഇങ്ങനെ കുടിക്കാൻ പാകത്തിന് അങ്ങനെ കൊടുക്കും. പിന്നെ സന്തോഷേട്ടന് എന്തൊക്കെ ഉണ്ടാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നാരങ്ങ ജാറിലടിച്ചിട്ട് ലൈമാക്കിയിട്ട് അത് കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇത് കൊടുക്കുന്നുണ്ട് വത്തക്കല്ലേ, അത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കുത്തി കലക്കി തിന്നും. അതൊക്കെയാണ് രാത്രിത്തെ ഭക്ഷണം. പിന്നെ ഞാനും അപ്പൂസും മാത്രമാണ്. ഞങ്ങൾക്ക് ഉച്ചക്കത്തെ മുരിങ്ങ താളിപ്പും പിന്നെ കൊണ്ടാട്ടവും പിന്നെ മന്നരത്തെ മത്തിക്കറിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇത് വയ്ക്കുന്നൊരു സൈഡിക്ക് കുറച്ച് മാത്രം ഉണ്ടാക്കുള്ളൂ. ഇതെല്ലാം കൂടി ഒന്നും എടുക്കൂല കേട്ടോ. കുറച്ച് ഉണ്ടാക്കിയാൽ പോരെ. അപ്പം അങ്ങനെ കുറച്ചുണ്ടാക്കണുള്ളൂ. അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ചും കൂടി ആയിക്കട്ടെ. അപ്പം ഇത്ര മതി. കണ്ടോ, ഇതിക്ക് മുട്ടയും കൂടി ആകുമ്പോഴേക്കിന് അത്യാവശ്യം ഉണ്ടാവും. തൈറോയിഡ് പറ്റൂലല്ലോ. ഞാൻ അപ്പൂസം മാത്രമേ പറ്റുള്ളൂ. കുറച്ച് തൈറോയിഡ് ഉണ്ട്, കുറച്ചുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഈ ഇത് കൂട്ടാൻ പാടില്ലല്ലോ, ക്യാബേജ്. അപ്പം അത് കാരണം ഞാൻ ടേസ്റ്റ് നോക്കുക മാത്രമേ ഉള്ളൂ. അപ്പം അത് ഇടക്കട്ടെ കേട്ടോ. ഇനി വറകിട്ടുണ്ട്. നമ്മൾ ഗ്യാസുമ്മലല്ല ഉണ്ടാക്കുന്നത്, അടുപ്പിക്ക് മാറാൻ പോകുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ ഗ്യാസും കുറ്റി ഒന്നും മെല്ലെ ഇളക്കുമ്പോൾ ഇത് ഗ്യാസ് തീരാനായിട്ടുണ്ട്. അപ്പം ഇപ്പം അടുപ്പിൽ ഇഷ്ടംപോലെ വിറകുണ്ട്. അതുകൊണ്ട് ആ ചാക്കിലൊക്കെ നമ്മളെ പഴയ വീടിൻ്റെ കുറേ തട്ടുമുട്ടിൻ്റെ ഒക്കെ കഷ്ണ പീസ് വിറകിൻ്റെ ഉണ്ട്, ചിരട്ടയും ചകിരെല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ കത്തിച്ച് തീർക്കും ചെയ്യാം. വെറുതെ ഇങ്ങനെ ചാക്കിലാക്കി വെക്കാണ്. പാമ്പുകൾ എല്ലാരും ശ്രദ്ധിക്കണം. പിന്നെയല്ലേ പറയല, എല്ലാരും ശ്രദ്ധിക്കണം. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ കംപ്ലീറ്റ് ഇങ്ങനെ കൂട്ടിയിടുമ്പോ ഈ മാസം അടുത്ത മാസൊക്കെയാണ് ഈ പാമ്പുകൾ പാമ്പില്ലേ അതിന്റെ സീസൺ ഉണ്ടെന്ന് പറയാനായിട്ടുണ്ട്. നമ്മളെ വീടിന്റെ ഈ റോട്ടിൽ തന്നെ ഇപ്പൊ ഇവിടെ ഈ 2 സ്ഥലത്തുണ്ടായിരുന്നു. 2 സ്ഥലത്തുനിന്നും ആ വീട്ടിലത്തെ ഏട്ടനും കണ്ടു, ഈ വീട്ടിലത്തെ കാറ്റിയും കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഓരൊക്കെ അവിടെയൊക്കെ ഇലയൊക്കെ കത്തിക്കലും വെട്ടലും എല്ലാ പരിപാടിയാണ്. പിന്നെ നമ്മളെ ബാലവാടി കാലാകാലമായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ കിടക്കാണ്. അപ്പൊ മതിലിനൊക്കെ കണ്ട മടയാണ്. ഇപ്പൊ പേടിയാണ്. പക്ഷെ നമ്മള് ഇരുട്ടായി കഴിഞ്ഞാൽ പുറത്തേ ഇറങ്ങൂല കേട്ടോ. 7 മണിയായി കഴിഞ്ഞാൽ ഉള്ളിൽ കയറിയാൽ പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങൂല. ഈ ഭാഗത്തേക്ക് പ്രത്യേകിച്ചും വരില്ല. എന്നാലും പേടിയാണ്. അപ്പം നമ്മളിങ്ങനെ കൂട്ടി വെക്കേണ്ട ചാക്കത്തൊക്കെ എഴുതിയിട്ട് എല്ലാം കത്തിച്ച് തീർക്കലായി. കുറച്ച് ഗ്യാസും ലാഭിക്കാം. അപ്പൊ അടുപ്പിൽ തന്നെ. പക്ഷെ എന്നാലും ഗ്യാസിന് കുറച്ച് പൈസ കുറഞ്ഞിട്ടുണ്ട്. 800 ആയിട്ടുണ്ട്. 1000 1000 ആയിരുന്നില്ലേ. അപ്പോൾ ഞാൻ വറകിട്ടാൻ പറ്റട്ടോ. അപ്പം നമ്മളെ ചുള്ളലുണ്ടോ, അത്ര ചുള്ളലുള്ളൂ കേട്ടോ. മലയ്ക്ക് വീണ്ടും പോവാനായി, റബ്ബർ മലയ്ക്ക്. ചുള്ളല് കഴിഞ്ഞു. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. സൗകര്യം കമ്മിയാണ്. വാടക വീട്ടിൽ നിന്ന് ഇത് സെറ്റാക്കാണ്ട് ഇവിടെ നിന്ന്
മതി കുറച്ചെടുത്ത് കത്തിച്ചാൽ മതി. മരുന്നടിക്കും പോലെ ദിവസം 3 നേരം പറഞ്ഞ പോലെ തീയടിപ്പിക്കും. ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കില്ല കേട്ടോ. ഉച്ചയ്ക്ക് നമ്മള് മലയ്ക്ക് കയറുമല്ലോ, മലയിൽ കയറുമല്ലോ നമ്മളഞ്ഞ്. മലയിൽ കയറി പിന്നെ പേടിക്കല്ല. എന്തായാലും 3-4 ദിവസത്തിനുള്ള കത്തിക്ക് നമുക്ക് കിട്ടും. ചുള്ളൽ വിറകാണെങ്കിലും കൂടിയിട്ട് കിട്ടും. വെറുതെ കൈയോടെ പോരേണ്ടി വരൂല. കോഴിക്കുട്ടികളെ ഒച്ചുണ്ടാക്കാനുണ്ട്. കോഴിക്കുട്ടികളെ കാണിക്കല്ലേ, ചെറിയ കോഴിക്കുട്ടികൾ പുറത്തേക്ക് വരും കേട്ടോ. ചോറും സ്റ്റാർട്ടറും കൂടി മിക്സ് ആക്കിയാണ്ട് കൊടുത്തതാ. ഇവരെ കാണിക്കണ്ട. തല പുറത്തേക്ക് മെല്ലെ മെല്ലെ നോക്കിയാൽ ഈ കറുപ്പിന്റെ പോലെയല്ല, ഇവർക്ക് കുറച്ച് വലിപ്പമുണ്ട്. അത് കാരണം കുറച്ച് സാമർത്ഥ്യമുണ്ട്. അപ്പൊ വേഗം തുറക്കുമ്പോൾ ചാടിപ്പോരും. ഇത് ചുള്ളലല്ല, ഇതാ മോളേന്റെ അപ്പൂസ് നാളേക്ക് ഉണ്ടാക്കി തന്നതോ. ആന്റിന്റെ കയ്യിൽ എന്താത്? ആന്റിന്റെ കയ്യിൽ എന്താ വാളാണ്? അത് എങ്ങനെ കൊള്ളിയത്? അത് ആന്റി മാമിയോട് കൊള്ളിച്ചു. ഗ്രേസില് കുറച്ച് കുട്ടികളുണ്ട്. സ്കൂൾ ബസ് വരുന്നുണ്ട്. അതില് കുറച്ച് കാണിക്കട്ടോ. കുട്ടികളെല്ലാരും കൂടി കൈ കാണിക്കും. ആരും കാട്ടിയില്ല. കാട്ടിയോ? എല്ലാരും കാണിക്കട്ടില്ല. അവിടുന്ന് ഇപ്പോഴൊരു വീഡിയോ എടുക്കണ കണ്ടു. 10-20 കൈകളുണ്ട്. ഞാൻ കറിവേപ്പില എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോഴാ ഷാനുവിനെ കണ്ടത്. വലിഞ്ഞു കയറുന്ന കാണിക്കണ്ട, വലിഞ്ഞു കയറുന്ന കാട്ടണ്ട. പാമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കേറാൻ പറ്റുമോ? പക്ഷെ ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ കാട് വെട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് കേറാം. വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മള് സ്ഥിരം നമുക്ക് പരിചയമുള്ള കയറാൻ നമുക്ക് പേടിണ്ടാവില്ലല്ലോ. ഞാൻ കയറി കൂടിട്ടോ. അടിയിലെന്തെങ്കിലും ഉണ്ടോ കേട്ടോ? അടിക്ക് നിങ്ങൾ നോക്കിക്കോളി, ഞാൻ എന്റെ കണ്ണിന് മേലേക്കാവും. കുറച്ച് മതിയല്ലോ. മതി, ഞാൻ പഠിച്ച കൈ അങ്ങോട്ട് കൊണ്ട. ഇതെടുക്കണാണ് ഇപ്പൊ നിങ്ങള് ചോദിക്കും വീട്ടില് ഉണ്ടാക്കിക്കൂടെ ചോദിക്കൂലേ. അപ്പൊ മുമ്പൊരു ഷോർട്ട് ഇട്ടിട്ട് ചോദിച്ചിരുന്നു വീട്ടിലുണ്ടാക്കിക്കൂടെന്ന്. പക്ഷെ നമ്മളെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയിട്ട് പിടിക്കണേല്ല. ഇവിടെ തന്നെ നമ്മള് ശരിക്കും എല്ലാരും നോക്കണ്ടല്ലോ. നമ്മള് ഇതിന്റെ ഇവിടെ കുഴിച്ചിട്ടന്ന് ഞങ്ങള് കാട് വെട്ടിയൊക്കെ നന്ന വൃത്തിയിൽ നോക്കിയത് ഇത്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ നമ്മള് സ്വന്തം എന്നുള്ള നിലയ്ക്ക് നോക്കണത്. പിന്നെ മുരിങ്ങമരം കാണാത്ത ആരും ഉണ്ടാവില്ല. ഇന്ന് ഇതുമ്മലെയൊന്നും പണി, ഇതുമത്തെ കറിയുന്നു മുരിങ്ങ. തുടങ്ങല്ലേ നമുക്ക്? തുടങ്ങട്ടോ. അമ്മേനോട് പാട്ട് നിങ്ങളെ ഫോണുമേക്കാക്കണ്ട. കുറച്ച് കരിയുണ്ട്. അമ്മക്ക് എന്താ പണി? വെള്ളം കുടിക്കാനുള്ള വെള്ളം കുടിക്കാം. വെള്ളം റൂമിൽ വെച്ചില്ലേ? ഇപ്പൊ റൂമിൽ കൊണ്ടാക്കലില്ല അമ്മക്ക്. ഇങ്ങനെ അങ്ങോട്ട് നടന്നു തരണല്ലേ? നമുക്കൊരു വിളക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ വിളക്കിൽ ഒഴിക്കാൻ മണ്ണെണ്ണല്ല. റേഷൻ കടയിൽ മണ്ണെണ്ണല്ല. ആദ്യം 1 ലിറ്റർ ഇട്ടിരുന്നു, പിന്നെ 500 ഇട്ടിരുന്നു. ഇപ്പൊ മണ്ണെണ്ണല്ല. അത് കാരണം വിളക്ക് ഉണങ്ങി നിൽക്കുകയാണ്. ഉണക്കമുളക് ഉപ്പേരിക്ക് പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് ഉപ്പേരിക്കോ? ഉണക്കമുളക് ഇടാ, പച്ചമുളക് ഇടാ, ഏതും ഇടാം. പച്ചമുളകാണ് സാധാരണ ഉപ്പേരിലൊക്കെ നമ്മളിടുക.
നമ്മൾ സാധാരണ നമ്മൾ ഉപ്പേരി വെക്കൂലേ അതുപോലെ തന്നെ കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കുക. പിന്നെ നാളികേരം ചേർക്കണില്ല കേട്ടോ. നമ്മൾ തോരന് വെക്കുമ്പോൾ സാധാരണ നമ്മൾ കാബേജ് മാത്രം ഉപ്പേരി വെക്കണമെന്ന് വെച്ചാൽ നാളികേരം ചതച്ചിടും. നാളികേരം വെളുത്തുള്ളിയും കൂടി ഒന്ന് മെല്ലെ ഒന്ന് ചതച്ചിടും. പക്ഷേ ഇത് മുട്ട കോസ് അതുകൊണ്ട് നാളികേരം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇടിക്ക് നമ്മൾ ഇത് ഈ പെറുക്കിയെടുക്കണതോ? ആ എല്ലാം അതിലേക്ക് ഇടും എണ്ണയ്ക്ക്. വേണ്ടെങ്കിൽ വിറക് ഇങ്ങനെ കത്തും. ചിലപ്പോൾ ചട്ടിക്ക് തീ പിടിക്കും. നമുക്ക് മുഖത്തേക്ക് വരുന്നില്ലേ. കടുക് പൊട്ടിയതോ? തീ പാളുന്നുണ്ട്. തീ പാളിയ വിരുന്നേര് വരും പറയുന്നേക്കാം. എന്ന് വരുന്നല്ലേ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളകിന്റെ പൊടി വേണ്ട. മുളക് പൊടി വേണ്ട. ഞാൻ മുളക് ഉണക്കമുളക് ഇട്ട് കൊടുത്തത്. കുറച്ച് ഉപ്പ്, രണ്ട് കൊണ്ട് മതിയല്ലേ. നമ്മളൊരു ദിവസം വറകിന് പോയാൽ തന്നെ നമുക്ക് കുറേ കിട്ടും. കുറേ ദിവസം കത്തിക്കാം. ഉപ്പേരി ഒന്ന് വേവട്ടെ. ഒന്ന് കുറച്ച് നേരത്തെ വെള്ളം ഈ സാധനത്തിന്. അപ്പോൾ വളരെ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ കുറച്ച് നേരം. അപ്പോൾ നമ്മളെ യൂസഫക്കാൻ്റെ ചാനൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയാണ് ഇത് എടുത്തത്. കാണുന്നുണ്ടോ? യൂസഫ് നീലഗിരി. കാണുന്നുണ്ടോ? യൂസഫക്കാൻ്റെ ഷോർട്സുകളാണ് ഇതൊക്കെ. പാട്ടൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ അടിപൊളി പാട്ട് പാടിക്കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത്. യൂസഫ് നീലഗിരി അല്ലേ ചാനലിന്റെ പേര്? യൂസഫ് നീലഗിരി കേട്ടാ. അപ്പോൾ കുറേ ഇങ്ങനെ യൂസഫക്കാൻ്റെ ഗാർഡനും അവിടുത്തെ ഓരോ സംഭവങ്ങളും മാർക്കറ്റുകളും എല്ലാം ഉണ്ട്. സൗദി പോയ ഒരു ഫീല് ആള് കാണിച്ചു തരും. എല്ലാരും കേറി കാണിട്ടേ. അപ്പൊ എല്ലാരും ഒന്ന് കാണിട്ടോ. നമ്മളെ ഫാമിലിത്തെ ആളാ. പണ്ടേക്കുള്ള ആളാണ്. അപ്പോൾ അത് ആവട്ടോ. കരിഞ്ഞു പോകരുതേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെറുതാക്കി അരിഞ്ഞാൽ തന്നെ പെട്ടെന്നായി കിട്ടും. പിന്നെ ഇതാട്ടോ കോഴിമുട്ട കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്നതാണ്. നമ്മളിവിടുത്തെ കോഴീൻ്റെ അല്ല കേട്ടോ. നമുക്ക് കോഴി മുട്ട ഇടാനൊക്കെ ആയാലും നമുക്ക് ഇനി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടേണ്ട ആവശ്യമില്ല. നോക്കട്ടെ ഉപ്പേരി ആയോന്ന്.
കുറച്ചും കൂടി ഒന്നുകൂടി ആവണം. പക്ഷെ ഇത്ര വെന്താൽ മതി. നമ്മൾ മുട്ടയും കൂടി ആയിട്ട് ഇതിങ്ങനെ ചിക്കി ചിക്കി വരുമ്പോൾ ആ വേവും കൂടിയും ഈ വേവും കൂടിയും അത്ര വെന്താൽ മതി. കൂടുതൽ വെന്താൽ എന്ത് സാധനമായാലും രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതിക്ക് നമ്മളെ മുട്ടയ്ക്ക് മുട്ടക്കോസിക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഇന്നാളെ മുരിങ്ങയും മുട്ടയും കൂടി ഉണ്ടാക്കിയതോ അല്ലേ, ഓർമ്മല്ലേ? നല്ല രസം ഉണ്ടായിരുന്നു ചോറിന് കേട്ടോ. അതിക്കൊരു അച്ചാറും ഉണ്ടായാല് നല്ല രസമാണ്. അന്ന് ഞങ്ങൾ അത് കൂടി ചോറിട്ട് ഭയങ്കര രസമായിരുന്നു. രണ്ട് മഞ്ഞ കേബേജ് ഒന്നൊരു അരിപ്പിക്കാക്കി കൊടുക്കാം. അടുത്ത മുട്ട കോമ്പിനേഷൻ ആണോ പറഞ്ഞില്ല? കോമ്പിനേഷൻ ആണോ അല്ലേന്ന് അറിയില്ല. കോമ്പിനേഷൻ ആവും, അതുകൊണ്ടല്ലേ പേര് വന്നത്. എന്തായാലും നമ്മള് തിന്നോക്കട്ടെ കേട്ടോ. അമ്മ അത് വല്ലതും അറിയുന്നുണ്ടോ? അമ്മ ഇറങ്ങും, ഉടനെ ഇറങ്ങും കിച്ചണിക്ക്. അമ്മ ഇതെന്തായി കാട്ടിക്കൂട്ടുണ്ട്? സാധനം കേടെടുത്തണ്ട അറിയാവോ? ഇതിന്റെ മുട്ടേന്റെ ആ നീരൊക്കെ ഒന്നൊരു വലിഞ്ഞെത്തിയ സംഭവം റെഡി ആയില്ലേ? കഴിഞ്ഞിട്ടില്ല, കുറച്ചു നേരം കൂടി ടേസ്റ്റ് ആവാൻ കൊടുത്താ അങ്ങനെ ഉണ്ടാക്കട്ടെ. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്നും ഞങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ തന്നെ കഴിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റ് രസമുണ്ടെന്ന് പറയരുത്. അല്ലാച്ച വേണ്ട, അതുകൊണ്ട് പറഞ്ഞ കാര്യമില്ല. ചൂടാണ് പ്ലേറ്റില് തരാം. തിന്നിട്ട് രസം ഉണ്ടോ ഇത് പറയണത്? ഇത് പറ്റൂല. അങ്ങനെ ഉണ്ടല്ലേ മുട്ട. അപ്പൊ നിങ്ങൾ ഇന്നാള് മുട്ട തന്നെ കണ്ടല്ലേ? എന്താണ് ഉപ്പ്? ഞാൻ എന്തിട്ടാലും ഉപ്പ് അറിയുന്നത് എല്ലാരും അഭിപ്രായം. ഉള്ള കാര്യം കറക്റ്റായിട്ട് പറഞ്ഞോ. ഉള്ളത് പോലെ പറയണല്ലേ. ഉപ്പിന്റെ രസം പ്രശ്നമുള്ള മറ്റൊക്കെ ഓക്കെയാണ്. ഞാൻ നോക്കിയില്ല. ഞങ്ങൾക്ക് ഉപ്പ് വേണം. പക്ഷെ ഞങ്ങക്ക് അങ്ങനെയാണ് എല്ലാത്തിലും ഉപ്പ് കുറച്ചൊന്ന് മതി. ടേസ്റ്റ് അതാ നമ്മളിവിടെ കണ്ടപ്പോ അടുക്കളയിൽ കൂടെ പോകുന്നു. ടേസ്റ്റ് ഉണ്ടോ ഫസ്റ്റ് തന്നെ? കഴിക്കോട്ടെ. അതില് പോയി നമ്മത്തോട് വാ, അതില് വാ. അപ്പൊ എന്നാല് നമ്മളതൊക്കെ റെഡിയായി. നമ്മളെ സംഭവങ്ങളൊക്കെ അടുത്തുനിന്ന് വാങ്ങി വെച്ചിട്ടില്ല കേട്ടോ. നാസറാക്ക് കൊടുത്തതിന്റെ ബാക്കി ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് അതിന്റെ ഇടയ്ക്ക് കൊഴപ്പല്ലെന്ന് പറയുന്നത്. കാരണം ഞങ്ങക്ക് ഉപ്പ് വാതിലടച്ചതാ. അപ്പൊ നമ്മള് മുട്ടക്കൂസും ചായ കട്ടൻ ചായ ഒക്കെ ആക്കിട്ടോ. അല്ല, ഞാൻ കോമ്പിനേഷൻ ആക്കിയതല്ല. അപ്പൂസിന് കൊടുക്കാന് കട്ടൻ ചായ, പിന്നെ ഇതെന്താ ആറാറൂട്ടിന്റെ ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ ചിലപ്പോ ചായയും ബിസ്ക്കറ്റും. ഇന്നത്തെ ക്ലാസ് അടിപൊളിയാ ആണോ?
ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ ചാടിക്കാം അല്ലേ? അപ്പൂസിന് ചോറാ വേണ്ടേ? ചോറല്ലേ? അപ്പൊ നമ്മളെ ഇന്നത്തെ വിശേഷം അതാണ്. നാളെ പുതിയ വിശേഷമായിട്ട് വരാം അല്ലേ? എല്ലാവർക്കും ബൈ.